ഷമേ, ആഷിഖ് അബു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആഷിഖ് അബുവിൻ്റെ പേരും വ്യാപകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് ഒരു കാരണം, അമ്മയിൽ പ്രതിസന്ധി ഉടലെടുക്കുന്നു, ആ പ്രതിസന്ധിക്ക് പിന്നിൽ ആരോപണങ്ങളുമായി ആളുകൾ എത്തുന്നു, അതിനൊക്കെ പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആഷിഖ് അബു ആണ് എന്ന് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ആഷിഖ് അബു ഇപ്പോൾ ഫെഫ്കയുമായിട്ട് ഉടക്കിലാണ്. അദ്ദേഹം രാജിവെച്ചു, ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. ഉണ്ണികൃഷ്ണനെതിരെ ഒക്കെ ആക്ഷേപം ഉന്നയിച്ചിട്ട് ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. അപ്പം ആഷിഖ് അബുവിൻ്റെ എന്താണ് ആഷിഖ് അബുവിന് ഇതിനകത്തുള്ള റോള്? അയാളെ അറിയപ്പെടുന്നത് തന്നെ മട്ടാഞ്ചേരി മാഫിയ എന്നാണ്. മലയാള സിനിമയിലെ ഈ പറയുന്ന അമ്മ, ഫെഫ്ക തുടങ്ങിയ സംഘടനകളിൽ ഇരിക്കുന്ന പ്രമുഖരെ അട്ടിമറിക്കാൻ നിരന്തരം ഇദ്ദേഹം ശ്രമം നടത്തുന്നുണ്ട് എന്ന് പരസ്യമായ, കൊച്ചിയിലെ സിനിമാ ലോകത്തെ പരസ്യമായ രഹസ്യമാണ് ഈ സാധനം. അതായത് പ്രമുഖരായിട്ടുള്ള നടന്മാരെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ ലോബിയിലേക്ക് സിനിമയെ എത്തിച്ചു കൊടുക്കുക, മലയാള സിനിമയെ എത്തിച്ചു കൊടുക്കുക എന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ള ആരോപണം സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രമുഖരായ നടന്മാരെ ഒന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് മോഹൻലാലിനോട് അദ്ദേഹത്തിന് കടുത്ത ദേഷ്യമുണ്ട്. അതെന്താണെന്ന് അറിയില്ല. മോഹൻലാൽ എന്ന് പറയുന്ന നടനോട് കടുത്ത ദേഷ്യം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കാരണത്തെക്കുറിച്ച്, അത് എന്ത് കാരണത്താൽ ഇനി അദ്ദേഹവും തമ്മിൽ ഇനി സിനിമയുമായി ബന്ധപ്പെട്ട, അത് മോഹൻലാൽ പ്രത്യേകിച്ചും അങ്ങനെ ആരുമായിട്ടൊരു ഇത് പുലർത്തുന്നതല്ല. അദ്ദേഹം ഒരു പ്രഖ്യാപനം, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് അദ്ദേഹത്തിനെതിരെ, ആ പറഞ്ഞ വ്യക്തിക്കെതിരെ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ആളാണ് മോഹൻലാൽ. സുകുമാർ അഴീക്കോടിൻ്റെ കാര്യം അറിയാമല്ലോ, വേറെ ആർക്കും മറുപടി കൊടുക്കണ്ട. അഴീക്കോട് മാഷ് പിന്നെ മോഹൻലാലിനെതിരെ സംസാരിച്ചിട്ട് പോലും തീർത്തും പക്വമായിട്ടാണ് മോഹൻലാൽ അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ തിരിച്ചു വേണമെങ്കിൽ മോഹൻലാലിനും വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ, ബായി തോന്നുന്നൊക്കെ മോഹൻലാലിനും വിളിച്ചു പറഞ്ഞൂടെ. പക്ഷേ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യാതെ അതിനോട് പോലും പക്വമായിട്ടാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ പ്രതികരിച്ചത്. ഈ മോഹൻലാലിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സംവിധാനമാണ് ഈ അമ്മ. ഈ 3 തവണയും അമ്മയിലേക്ക് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയാണ്. മോഹൻലാലിന് ആ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു പദവി അവിടെ അംഗീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ പ്രസിഡന്റ് ആയിരിക്കുന്ന മോഹൻലാലിനെ വീഴ്ത്താൻ, ഈ പറയുന്ന അമ്മ സംഘടനയിൽ വീഴ്ത്താൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്ന് പറയാൻ കാരണം, ഈ പറയുന്ന ഇദ്ദേഹം അടക്കുന്ന ഒരു കോക്കസ് ഇതിൽ ആനന്ദിക്കുന്നുണ്ട്. ഈ ഒരു കോക്കസ് ഇതിൽ ആനന്ദിക്കുന്നുണ്ട്. ആ കോക്കസ് ആനന്ദിക്കുന്നുണ്ട്. അത് ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും അത് ശരിയാണ്, ഇവരെല്ലാം സൈക്കോപാത്തുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് പേരുടെയൊക്കെ വ്യക്തിത്വത്തിൽ ശരിയാണ്, പക്ഷേ എല്ലാവരും അങ്ങനെയാണെന്ന് നമ്മളാരും പറയുന്നില്ല. നമ്മളെന്നല്ല, ഒരു മീഡിയയും പറയുന്നില്ല. മലയാള സിനിമാ ലോകത്തെ മുഴുവൻ കുഴപ്പക്കാരാണ്. അമ്മയിലിരിക്കുന്ന മുഴുവൻ പേരും കുഴപ്പക്കാരാണ്. ഈ പറയുന്ന 1-ാം തരം നടന്മാരെല്ലാം കുഴപ്പക്കാരാണ് എന്നൊരു കാര്യം നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്ന ഈ കേസ് ഓരോരുത്തർക്കെതിരെ ആരോപണം വരുന്നു, കേസ് വരുമ്പോഴാണ് നമ്മളൊരു കാര്യം പറയുന്നത്. അത് നമ്മളല്ല, എല്ലാ മീഡിയക്കാരും അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പക്ഷത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ഇതിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ടീം ഈ പറയുന്ന പ്രധാനപ്പെട്ട നടന്മാരെ എല്ലാം അട്ടിമറിച്ച് ഈ മലയാള സിനിമയിൽ നിന്നും പുറത്താക്കിയ ശേഷം അവരുടെ ഒരു കയ്യിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. ഇത് ദീർഘകാലമായി ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ആക്രമണം ഈ സിനിമാ ലോകത്ത് ചില ആളുകൾക്ക്, പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളോട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശക്തമായ ആരോപണമാണ്. അത് ശക്തമായി നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. അത് ചില സിനിമകളിലെ കഥകളിലൂടെ ആദ്യം വന്നു, പിന്നെ ഡയലോഗുകളിലൂടെ വന്നു, കഥകളിലൂടെ വന്നു, കഥാപാത്രങ്ങളിലൂടെ വന്നു. അതെല്ലാം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴാണ് ഈ പ്രൊഡക്ഷനിലേക്ക് കയറി കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പല സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരാണ്. ഒന്നുകിൽ ഇതിൻ്റെ ഈ പറയുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുന്നതൊക്കെ മിക്കവാറും ഒക്കെ ബിനാമി സംഘമാണ് ഇറങ്ങുന്നത്. പക്ഷേ ഫണ്ട് വരുന്നത് വേറെ മേഖലയിൽ നിന്നാണ്. മലയാള സിനിമയിലേക്ക് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫണ്ട് വരുന്നത്. ആ ഫണ്ട് വരുന്നതിലൂടെ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകളെ താറടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ചില സിനിമകളിൽ കാര്യമായി നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളെ, ചില വിശ്വാസങ്ങളെ, ചില ആചാരങ്ങളെയൊക്കെ താറടിക്കാനുള്ള ശ്രമം ചില സിനിമകളിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇത് കുറേ കാലമായി, ഇത് ഇന്നലെയല്ല തുടങ്ങിയിരിക്കുന്നത്, കുറേ കാലമായിട്ട് ഉണ്ട് എന്ന്. ഇപ്പോൾ അദ്ദേഹം ഫെഫ്കയിലേക്ക് രാജിക്കത്ത് അയച്ചിരിക്കുന്നു. കാപട്യമാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിക്കത്ത് അയച്ചിരിക്കുക. ഇപ്പോഴാണോ ഈ കാപട്യം മനസ്സിലായത്? സൈക്കോപാത്തുകൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണോ ആഷിഖ് അബു അറിഞ്ഞത്? ആഷിഖ് അബു ഇത് ഇപ്പോഴൊന്നും അറിഞ്ഞ കാര്യമല്ലല്ലോ. ആഷിഖ് അബു ഇത് കാത്തിരുന്നു. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആഷിഖ് അബു അടക്കമുള്ള സംഘം. ആ സംഘം ശക്തമായി ഈ സമയത്ത് ഇറങ്ങി പ്രതികരിക്കുന്നു. അത് ആഷിഖ് അബു മുന്നിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ
നമ്മൾ എന്താ പറയുക, അതിനെ കാണാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ഒരാൾ ആഷിക് അബുവാണ്. ബാക്കിയുള്ളവരെല്ലാം മറവിലാണ്, ബാക്കിയുള്ളവരെല്ലാം ഒളിച്ചിരിക്കുകയാണ്. പല ആളുകളും, പല പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. ഈ സംഭവത്തിന് പിന്നിൽ പല വ്യക്തികൾ, അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പിന്നിൽ ഇനിയും വരാൻ പോകുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ ശരിയായിട്ടുള്ള ആരോപണങ്ങൾ വരണം, കേസെടുക്കണം, അത് അനുവദിക്കാൻ പാടില്ല. റേപ്പ്, ബലാത്സംഗ ശ്രമം, കാസ്റ്റിംഗ് കൗച്ച്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊരു കാരണവശാലും അത് പൂർണ്ണമായും തൂത്തെറിയണം. ഇദ്ദേഹത്തിൻ്റെ സിനിമകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ത്? അതെ, ഇദ്ദേഹത്തിൻ്റെ സെറ്റുകളിലാണ് ലഹരി മാഫിയയുടെ വിളയാട്ടം എന്നാണ് പലപ്പോഴും. അദ്ദേഹം ലഹരിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പടം തന്നെ എടുത്തില്ലേ, ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത്. അതെ അതെ, ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ് ഒരു സിനിമ എടുത്തു. ഇദ്ദേഹത്തിന്റെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ MDMA, മെറ്റാഫിറ്റമിനെ പോലുള്ള വസ്തുക്കളെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കഞ്ചാവ്, ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സെറ്റുകളിൽ വരുന്നത് എന്താ? ഗുരുതരമായിട്ടുള്ള ലഹരി ഉപയോഗവും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. അത് പക്ഷേ പരാതി പറയുന്നില്ല, പരാതി വരത്തില്ല എന്ന് ഉറപ്പാണ്. പരാതി ഉയർന്നു വരില്ല. കാരണം ഇത് ഉപയോഗിച്ചവനും ഉപയോഗിച്ച സ്ത്രീക്കും ഉപയോഗിച്ച പുരുഷനും എല്ലാം അറിയാമല്ലോ, ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള. ലൈംഗികതയേക്കാൾ വലിയ കുറ്റമല്ലേ നിരോധിത സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ NDPC കേസ് കിടക്കേണ്ടി വരും വർഷങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ വർഷം അവിടെ കിടക്കേണ്ടി വരും. പരാതി പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടെ പല സൈറ്റുകളിലും ഈ പറയുന്ന പോലെ പല സൈറ്റുകളിലും ഈ പറയുന്ന പോലെ ചൂഷണം, ലൈംഗിക ചൂഷണം എന്നൊക്കെ പറയുന്നത് ഒരിടത്തൊന്നും മാത്രമൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവർ ഈ NDPC കേസിൽ പെടില്ല എന്ന് ഉറപ്പുള്ളവരാണ് ആരോപണവുമായിട്ടൊക്കെ വരുന്നത്. ബാക്കിയൊക്കെ ഈ ലഹരി കൊടുത്ത് പീഡനം നടക്കുന്നുണ്ട്. ലഹരി കൊടുത്ത് അവരുടെ അനുവാദത്തോടു കൂടി ലഹരി അവരും കഴിക്കുന്നു, ഇവരും കഴിക്കുന്നു, പിന്നീട് ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണം നടക്കുകയും ചെയ്ത് പലയിടത്തും നടക്കുന്നുണ്ട്, പല സെറ്റുകളിലും നടക്കുന്നുണ്ട്. അതൊന്നും ഈ പറയുന്ന പോലെ പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവർക്ക് ഈ പറയുന്ന ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടവർക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ചോദ്യം വരും, നീ ഇതുപോലെ പിന്നെ എം ഉപയോഗിച്ചതിൻ്റെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ട്, ഉപയോഗിച്ച് മെറ്റാഫിറ്റമിൻ ഉപയോഗിച്ചതിൻ്റെ LSD സ്റ്റാമ്പ് വെക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ എൻ്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികതയൊക്കെയും വലിയ കുറ്റമായില്ലേ? ലൈംഗികത ഉപയോഗസമ്മത പ്രകാരമാണെന്ന് പറയാം, അകത്ത് കിടക്കേണ്ടി വരും. നിരോധിത രാസലഹരി ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ കേസ് അവിടെ പോവും, കേസ് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇതിനകത്ത് ഈ ആഷിക് അബു രാജിക്കത്ത് കൊടുത്തുകൊണ്ട് സിബി മലയിലിനെതിരെയും പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് 2012 ഒരു സിനിമയുടെ നിർമ്മാതാവ് കാശ് കൊടുത്തില്ല, അപ്പോൾ അതിന് പരാതി കൊടുത്തു, ഫെഫ്കയിൽ പരാതി കൊടുത്തു. അപ്പോൾ ആ കാശ് കിട്ടുന്നതിന് വേണ്ടി സംഘടന ഇടപെട്ട സമയത്ത് സംഘടന പറഞ്ഞത് 20% കമ്മീഷൻ കൊടുക്കണം, കാശ് വാങ്ങിച്ചു കൊടുക്കുന്നത് 20% കമ്മീഷൻ. അങ്ങനെ ഇദ്ദേഹം 10 ലക്ഷത്തിൻ്റെ ചെക്ക് സിബി മലയിലിന് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ഇദ്ദേഹം സിബി മലയിലുമായിട്ട് തർക്കിച്ചു, ആഷിക് അബു കാശ് തരില്ല എന്ന് പറഞ്ഞു. കാരണം കിട്ടേണ്ട ന്യായമായ കാശാണല്ലോ, അതിന് 20% തരാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് തർക്കിച്ചു. പക്ഷേ എന്നിട്ടും നിർബന്ധപൂർവ്വം 3 തവണയോ മറ്റോ അന്നത്തെ ദിവസം വിളി വന്നപ്പോൾ ഇദ്ദേഹം 10 ലക്ഷത്തിൻ്റെ ചെക്ക് ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ സിബി മലയിൽ പിന്നീട് ആ ചെക്ക് തിരികെ കൊടുത്തു. വേറെയുള്ള 2 തിരക്കഥാകൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു, ഇദ്ദേഹത്തിൻ്റെ ചെക്ക് തിരികെ കൊടുത്തു. 2012 അന്നൊന്നും ഇദ്ദേഹം ഇത് പറഞ്ഞില്ല. അല്ലേ പറഞ്ഞേ, കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ്. പല ബിംബങ്ങളെയും എന്താ പറയുക പല പ്രമുഖരെയും ഉടച്ചു കളയേണ്ട. അതായത് ഇദ്ദേഹത്തിന് അജണ്ടയുണ്ട്. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു സാധനം, ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ചാണ് ഇദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അജണ്ട വെച്ചിട്ട് ഇന്ന ആളുകളെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന ആളുകളെ തകർക്കണം, മലയാള സിനിമാ ലോകത്തെ ഇന്ന ആളുകളെ തകർത്ത് ഇവരുടെ കയ്യിലേക്ക് പൂർണ്ണമായും ഇതിനെ കൊണ്ടുവരണം. അതിനുള്ള ഭയങ്കരമായ ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇടത് ചിന്താഗതിയുള്ള ആളാണെന്നാണ് പറയുന്നത്. അതിൽ പോലും പരിശോധനയുടെ ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇടത് ചിന്താഗതി നമ്മൾ കാണുന്നില്ല. പുള്ളി മഹാരാജാസിലല്ലേ പഠിച്ചത്? അതെ, മഹാരാജാസിൽ പഠിച്ചിറങ്ങുന്ന മഹാരാജാസിലെ ഈ പറയുന്ന ഇടതുപക്ഷക്കാരുടെയൊക്കെ പിന്നെ തനിനിറ ഒരുമാതിരിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ മഹാരാജാസിൽ പഠിച്ച അഭിമന്യുവിനെ രക്ഷിച്ചുകൊണ്ടുപോയ ഇടതുപക്ഷക്കാരാ, CPM SFI-കാരാ? അഭിമന്യുവിൻ്റെ പ്രതികളെ രക്ഷിച്ചു കൊണ്ടുപോയി പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഏതാ പാലം ഉണ്ടല്ലോ, അതിൻ്റെ പാലത്തിന് പേരങ്ങ് വിട്ടുപോയി, അവിടെ കൊണ്ടാക്കിയതാരാ? ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ. അത് കൊണ്ടുപോയത് SFI-കാരല്ലേ? SFI-കാരാ കൊണ്ടുവിട്ടത്. അവന്മാർക്ക് പിന്നെന്തോ SFI? അവന്മാർക്ക് SFI ഒന്നുമില്ല. അവന്മാരായുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട്. SFI-യുടെ പേരൊക്കെ പറഞ്ഞ് കളിക്കുന്നതല്ല ഉള്ളൂ. അതിൽ നിന്ന് മഹാരാജാസിൽ നിന്ന് പുറത്തു വരുന്ന SFI-കാരിൽ ഭൂരിഭാഗം പേരെ എടുത്ത്, ഭൂരിഭാഗം പേരല്ല ഒരു ഭാഗത്തിനെ എടുത്ത് നോക്കണം. എന്താണ് ഏതാണെന്ന് അന്വേഷിക്കണം. അഭിമന്യുവിൻ്റെ കേസിനകത്തെല്ലാം ഈ പറയുന്ന പോലെ രക്ഷിച്ചുകൊണ്ട് പോയവരൊക്കെ ഇവരൊക്കെ തന്നെയാണ്. അവർ തന്നെ SFI-കാർ തന്നെ രക്ഷിച്ചുകൊണ്ട് പോയത്. അത് അവിടുത്തെ അന്നത്തെ അവിടുത്തെ ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ വൈഫ് പോസ്റ്റ് ഇട്ടതാണ്. FB-യിൽ പോച്ചിട്ടേ അവർ പറഞ്ഞു ഇതിപ്പോൾ രക്ഷിച്ചുകൊണ്ട് പോയത് SFI-കാരാണ്. SFI-കാരാണ് അവിടെ എന്ന് പറഞ്ഞു. അവർ പിന്നെ അവസാനം ആ പോസ്റ്റ് പിൻവലിച്ചല്ലേ. ഈ മഹാരാജാസിന്റെ പ്രോഡക്ട്സിനെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സാധനമല്ലേ.
ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ കരുണ മ്യൂസിക് ഫൗണ്ടേഷൻ ഓർമ്മയുണ്ടോ? കരുണ മ്യൂസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണപ്പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞ് ഒരു സംഗീത നിശ സംഘടിപ്പിച്ചു. പാടിയവർക്ക് പൈസ വേണ്ട, ഫ്രീ ആയിട്ടാണ് പാടിയത്. പിന്നെ ഓർക്കസ്ട്ര പൈസ വേണ്ട, ഫ്രീ ആയിട്ടാണ് വന്നത്. സ്റ്റേജ് വേദി പൈസ വേണ്ട, സ്ഥലം വാടകയില്ല, ഒന്നുമില്ല, എന്നിട്ട് നഷ്ടമാണ് പോലും. അങ്ങനെയാണ് അദ്ദേഹത്തിനെതിരെ ഇത് പറയുന്നില്ല ഫണ്ട് ക്യാമ്പയിൻ നടത്തി. ബാക്കിയുള്ള സംഘടനകളെല്ലാം കൂടെ അദ്ദേഹത്തിന് പൈസ അയച്ചു കൊടുത്തു. ഈ പരിപാടി നഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോഴേ പൈസ അയച്ചു കൊടുത്തു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം FKക്കെതിരെ ഒരു വിവാദം അദ്ദേഹം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു. അവസാനം അദ്ദേഹത്തിന് പറഞ്ഞു ഇപ്പോഴേ എനിക്ക് കാര്യങ്ങൾ വ്യക്തമായതുകൊണ്ട് ഞാൻ പിന്തിരിയുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ 2-3 ദിവസമായി ശക്തമായി വന്ന് ചാനലുകളിൽ വന്ന് ഇന്ന് ഇത് പറയുകയാണ്. ഇത് ഇദ്ദേഹം തന്നെ അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇദ്ദേഹം തന്നെ ഓരോ ചാനലിൽ വിളിച്ചിട്ട് എന്നെ വിളിക്കൂ, ഞാൻ പ്രതികരിക്കാമെന്ന് പറയുന്നതാണ്. അങ്ങനെയാണ് അദ്ദേഹം. ഇത് അദ്ദേഹം വിളിച്ച് അവിടുത്തെ ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ജേർണലിസ്റ്റിനെ വിളിക്കും. ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് പറയടാ ഞാൻ പ്രതികരിക്കാം, എന്നെ വിളിക്കാൻ പറ, ഇത് പറയണ്ടെന്ന് പറയും. പറയണ്ട, എന്നെ വിളിക്കാൻ പറ, ഞാൻ സംസാരിക്കാമെന്ന് പറയാമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? ഈ റിപ്പോർട്ടർ ഇദ്ദേഹമായിട്ട് സുഹൃത്തായിരിക്കും. അപ്പോൾ ഈ റിപ്പോർട്ടർ അവിടെ വിളിച്ച് പറയും, ഡെസ്ക് വിളിച്ചിട്ട് പറയും ആ വിഷയത്തിൽ ആഷിഖ് കപൂറിനെ ഒന്ന് വിളിക്കേ, അദ്ദേഹം ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും. അപ്പോൾ ചാനലിന് മനസ്സിലാവത്തില്ല. ചാനൽ എന്ത് ചെയ്യും? ആഷിഖ് കപൂറിനെ അദ്ദേഹം അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയല്ലേ. ഇതിങ്ങനെ തിരികെ തീ കൊളുത്തിട്ട് ഇരിക്കും അദ്ദേഹം. ഇപ്പം വിളി വരും, എനിക്ക് പ്രതികരിക്കണം. ഇത് ആങ്കർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ആഷിഖ് കപൂർ പ്രതികരിക്കുമെന്നേ. ശരി, ആങ്കർ പകുതി ചോദിച്ചാൽ മതി, ബാക്കി ആഷിഖ് കപൂർ പറഞ്ഞു കൊടുക്കാൻ വെമ്പി ഇരിക്കുക ആഷിഖ് കപൂര്. കാര്യം എന്തോ ഇത് അജണ്ടയാണെന്നേ, അജണ്ട വെച്ചുള്ള കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ അമ്മയെ തകർത്തു, അമ്മ എന്ന് പറയുന്ന സംഘടനയെ തകർക്കുക എന്നുള്ളൊക്കെ ഉദ്ദേശം. അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ സംഘടന കൊണ്ടുപോയി ഒരു വശത്ത് കെട്ടാനുള്ള ശ്രമം, ഇപ്പോഴത്തെ ഒരു അവസരം മുതലാക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം കൊച്ചിയിൽ വരുന്നുണ്ട്. നമ്മളിപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഈ പറയുന്ന വേട്ടക്കാർക്കൊപ്പം ഒരു കാരണവശാലും നിൽക്കത്തില്ല. വേട്ടക്കാർ തന്നെയാണ്. ഒരു കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ ആ കേസിൽ കുറ്റാരോപിതനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, കുറ്റാരോപിതനാണ്, കോടതിയാണ് തെളിയിക്കേണ്ടത്. ഇതിൽ പിന്നെ ഈ പറയുന്ന പോലെ പല വകുപ്പുകളും എടുത്ത് പല പുരുഷന്മാർക്കുമെതിരെ ഉപയോഗിക്കുന്ന വകുപ്പുകളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പല പുരുഷന്മാർക്കുമെതിരെ ഉപയോഗിക്കുന്ന വകുപ്പുകൾ, അതിലെ ശരി തെറ്റുമൊക്കെ ചിലർക്ക് കള്ളക്കേസ് വരാറുണ്ട്, വ്യാജ കേസുകൾ പോലീസ് തന്നെ പറയാറുണ്ട് കള്ളക്കേസാണെന്ന്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കേസെടുക്കാതിരിക്കാൻ മാർഗമില്ല. ഇത് പിന്നെ നിങ്ങളുടെ തെളിവൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കോടതി പോയി FIR പോയി കോഷ് ചെയ്യാൻ പറയും. ഹൈക്കോടതി പോയിട്ട് FIR കൊണ്ട് കോഷ് ചെയ്യാൻ പറയും. FIR കൊണ്ട് കോഷ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള തെളിവും കൊണ്ട് അവിടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ FIR കോഷ് ചെയ്ത് വിടും. തെളിവുണ്ടെങ്കിൽ കോഷ് ചെയ്ത് വിടും. കാര്യം പോലീസിനോട് അവർ റിപ്പോർട്ട് ചോദിക്കും, CD ഫയൽ ചോദിക്കും ഹൈക്കോടതി. പോലീസ് CD ഫയലിൽ കൊണ്ട് എന്താ ഒരു അങ്ങും തൊടാതെ പറയുന്ന പോലെ അവർക്ക് സത്യം അറിയാമെങ്കിൽ പിന്നെ ചില പോലീസുകാരുണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പണിയാൻ നിൽക്കുന്നവരും ഉണ്ട്. എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെങ്കിൽ പണിയാൻ നിൽക്കുന്നവരും ഉണ്ട്. അതെന്നാ ഇവനെ കിട്ടിയതല്ലേ, ഇവനെ പൂട്ടാൻ നോക്കാമെന്ന് ഒരു വിചാരവും വരും. അങ്ങനെയുള്ള വിചാരങ്ങൾ വരുന്ന പോലീസുകാരും ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിൽ കള്ളക്കേസുകളും ഉണ്ട്, യഥാർത്ഥ കേസുകളും വരുന്നുണ്ട്. ഇപ്പൊ ഈ വിഷയത്തിൽ വന്നിരിക്കുന്നത് ഈ ആഷിഖ് കപൂറിനെ പോലെ ഉള്ളവർ വന്ന് നമ്മൾ ഒരവസരം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇരകൾ സംസാരിക്കുന്നത്, ഇതൊരു സ്ത്രീ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടി ആരെയെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് അധികാരം പിടിച്ചെടുക്കുക. ഒരു മുന്നേറ്റം നടക്കുമ്പോൾ, ഒരു സ്ത്രീ മുന്നേറ്റം നടക്കുമ്പോൾ അത് പുരോഗമന ചിന്താഗതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മുന്നേറ്റം നടക്കട്ടെ എന്ന് വിചാരിക്കാതെ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ സിനിമയുടെ കേന്ദ്രബിന്ദുവായി മാറാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നുള്ളതാണ് വലിയ ആരോപണം. അത് ശരിയല്ല. ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇദ്ദേഹം ലഹരി മാഫിയയുടെ ആളാണ്, ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ആ തരത്തിലുള്ള ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഇദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണെന്നുള്ള തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ റെയ്ഡിൽ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹം നിഷേധിച്ചത് നമ്മൾ കണ്ടിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ സെറ്റുകളിൽ ഇദ്ദേഹം സിനിമ പിടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കൊച്ചി കേന്ദ്രീകൃതമായിട്ട് സിനിമകൾ അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഈ പറയുന്ന പോലെയുള്ള ആളുകളെല്ലാം വന്നിട്ട് അവിടെ വരുന്ന ആളുകൾ ലഹരി ഉപയോഗത്തിൽ ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായി മാറി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതെ, ഇദ്ദേഹത്തിന്റെ സെറ്റുകളിൽ ഒരു യുവതലമുറയുടെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. യുവാക്കളുടെ ഒരു വലിയ പങ്കാളിത്തം അവിടെ സെറ്റുകളിൽ കാണാറുണ്ട്. ഇദ്ദേഹത്തിന്റെ സെറ്റുകളിലെല്ലാം ചെന്ന് നോക്കിയാൽ മതി. അതൊരു ചിലപ്പോൾ ഒരു ക്യാമ്പസ് പോലൊക്കെ തോന്നും. യുവാക്കൾ ഇത്രയധികം പേര് ആർട്ടിസ്റ്റുകളായി വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവരെയൊന്നും ഞാൻ സിനിമ കാണാറുമില്ല. കുറേ ആളുകൾ അവിടെ വരുന്നുണ്ട്, കുറേ പേര് വരുന്നുണ്ട്, യുവാക്കളെല്ലാവരും കൂടെ വരുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അവരൊന്നും സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ കാണാറുമില്ല. പിന്നെ അദ്ദേഹം ഒരു നല്ല കലാകാരനാണ്. നല്ല കലാകാരനല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, യുവതലമുറയിലേക്ക് ഈ പറയുന്ന പോലെ സിന്തറ്റിക് ഡ്രഗ്, നമ്മൾ ന്യായീകരിക്കാത്ത ഒരു സാധനം സിന്തറ്റിക് ഡ്രഗാണ്.
സിന്തറ്റിക് ഡ്രഗിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് കളയും. 19 ദിവസം മതി. 19 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാമെങ്കിൽ ഈ സാധനം നമ്മുടെ തലച്ചോറിനെ അട്ടിമറിക്കും. നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എല്ലാ ഘടനയും തെറ്റിച്ചുകൊണ്ട് താൻ ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ ഈ മനുഷ്യൻ പ്രവർത്തിക്കും. താനൊരു മൃഗമാണ്, മറ്റുള്ളവർ തന്നെ കീഴ്പ്പെടുത്തേണ്ടവരാണ്, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തേണ്ട ആദിമ മനുഷ്യൻ്റെ ചിന്താഗതി പോലെ വന്നിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ ക്രൂരമായിട്ടുള്ള റേപ്പ് നടത്തുന്നത്. അതിക്രൂരമായിട്ടുള്ള റേപ്പ് നടത്തുന്നവർ ദില്ലിയിൽ കണ്ടില്ലേ? ദില്ലിയിൽ അവന്മാർ പിന്നെ ഈ നിരോധിത ലഹരി ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടിയെ ബസ്സിൽ പിന്നെ ഉപദ്രവിച്ചത്. അതിൻ്റെ ശരീരത്തിൽ രഹസ്യഭാഗത്തേക്ക് കമ്പി തുളച്ച് കയറ്റുകയായിരുന്നു അവന്മാർ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളായി ഇവർ മാറും. അപ്പോൾ ഇങ്ങനെയുള്ള ലഹരി ഉപയോഗത്തെ, ഈ തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സെറ്റുകളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആരോപണമാണ്. അതിന് അദ്ദേഹം കൃത്യമായിട്ട് ജോണേട്ടൻ പറഞ്ഞ പോലെ ആരോപണത്തിന് മറുപടി പറയുന്നതുമില്ല. ഒരു ഫ്ലാറ്റിൽ റെയ്ഡ് നടത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കഥ. ഒരു ഫ്ലാറ്റിൽ നിഷേധിച്ചിട്ടുമില്ല. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോയി. റെയ്ഡ് വിവരം അറിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി എന്നാണ് ഒരു കഥ. ഒരു ഫ്ലാറ്റിൽ ഇതുപോലെ റെയ്ഡ് നടന്നു. അവിടെ നിന്ന് സിന്തറ്റിക് ഡ്രഗ് പിടിച്ചു. അവിടെ അതിൽ ഉപയോഗിക്കാൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഇദ്ദേഹമായിരുന്നു എന്ന വിവരം വന്നു. പിന്നീട് അത് പുറത്തു വന്നില്ല, ആ വിവരം പുറത്തു വന്നില്ല. ഇനി അദ്ദേഹത്തിനുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറപിടിച്ച് നിർത്താനാണോ ഈ സർക്കാരിന് ഇത്രത്തോളം എന്താ പറയുക പിന്തുണയും സർക്കാർ CPM ആണെന്ന് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ശരി.